ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ദീപാസ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബട്ടർ ഗാർലിക് എഗ്ഗിൻ്റെ റെസിപ്പിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാത്തിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനായിട്ട് പോവുകയും ചെയ്യും. ബ്രെഡിൻ്റെയോ ചപ്പാത്തിയുടെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഒരു പാനിലേക്ക് ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്ത് മുട്ട ചേർത്തെടുത്ത് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചുള്ള മുട്ടയുടെ എണ്ണമൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. സ്ക്രാമ്പിൾ ചെയ്യുമ്പം ഒരുപാട് ഡ്രൈ ആക്കി സ്ക്രാമ്പിൾ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത്രയ്ക്ക് ഡ്രൈ ആയി പോകണ്ട. ഒരു മീഡിയം പരുവൊക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആയി ഈ ഒരു രീതിയിലാകുമ്പോഴത്തേക്ക് നമുക്കിത് പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അതിനുശേഷം അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഗാർലിക് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതാണെങ്കിലും ഒരുപാട് ഫ്രൈ ആവുകയോ അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറുകയോ ഒന്നും തന്നെ വേണ്ട. കുറച്ച് നന്നായിട്ടൊന്ന് ചൂടായി കിട്ടണം. ബട്ടറിലിട്ട് നല്ലതുപോലെ ഒന്ന് ഗാർലിക്ക് ചൂടാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് അതിനകത്തുള്ള പൾപ്പ് എടുത്തിട്ടില്ല, പുറത്തെ ആ തോട് മാത്രമാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തക്കാളി ഇല്ലാതെയും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തക്കാളിയും ഒന്ന് നന്നായി ചൂടാകുന്നവരെ ഇതിലിട്ട് ഒന്ന് എടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. മീഡിയം ടു ഹൈ ഫ്ലെയിം എടുക്കാവുന്നതാണ്. കരിഞ്ഞു പോകാതിരിക്കാനോ അല്ലെങ്കിൽ ഓവറായിട്ട് ഡ്രൈ ആകാതിരിക്കാനോ ശ്രദ്ധിക്കുക. ഇതിലേക്ക് ഒരല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ക്രീമാണ്. അതായത് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഹെവി ക്രീമാണ് എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഉപ്പും അതുപോലെ കുരുമുളകിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനുള്ള. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലെക്സും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് തിളയ്ക്കാൻ പാടില്ല, ഒന്ന് നന്നായിട്ട് ചൂടായി വരണം. ക്രീം ചേർത്തതായതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് ചൂടായി വരുന്ന ആ ഒരു പരുവം തന്നെ മതിയാകും. ഇതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന സ്ക്രാമ്പിൾ ചെയ്ത മുട്ട അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ടുള്ള ഗാർലിക് ബട്ടർ എഗ്ഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. അപ്പോൾ അവസാനം കുറച്ച് മല്ലിയില കൂടി മുകളിലേക്ക് വിതറി കൊടുത്തിട്ടുണ്ട്. ഇത് ഇതേപോലെ ക്രീമി ആയിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ക്രീം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലൊഴിച്ച് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതാണ്. പാലും ഒരല്പം കോൺഫ്ലോറും കൂടി ചേർത്ത് തിക്കാക്കി എടുത്താൽ മതിയാകും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ബട്ടർ ഗാർലിക് എഗ്ഗിൻ്റെ റെസിപ്പിയുടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ഇരിക്കുക. താങ്ക്